ഓക്കെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്ന ട്രിഗ്നോമെട്രിയിലെ മാക്സിമ മിനിമ എന്ന് പറയുന്ന പോർഷനാണ്. ഈ മാക്സിമ മിനിമയിൽ ആക്ച്വലി നമുക്ക് വാല്യൂ പുട്ടിങ് നടക്കൂല. കാരണം അത് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ മാക്സിമ മിനിമയുടെ റിലേറ്റ് ചെയ്തിട്ട് മൂന്നാല് ടൈപ്പ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. എന്നിട്ട് ഞാൻ ഓരോരോ മോഡൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമേ തന്നെ സൈൻ്റെ വാല്യൂ, കോസിൻ്റെ വാല്യൂ, ഇതിൻ്റെയൊക്കെ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ ഇത് നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം. സൈൻ തീറ്റയുടെ ആണെങ്കിലും ശരി, കോസ് തീറ്റയുടെ ആണെങ്കിലും ശരി, മാക്സിമം മിനിമം വാല്യൂ -1 to +1 ആണ്. സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും മാക്സിമവും മിനിമം വാല്യൂ എത്രയാണ് വരുന്നത്? -1 to +1 ആണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സപ്പോസ് ടാൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും കേസ് എടുത്തു കഴിഞ്ഞാൽ, കോട്ട് തീറ്റയുടെയും കേസ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമവും മിനിമവും വരുന്നത് -∞ to +∞ ആണ്. ഇതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. ഇനിയിപ്പോൾ നമ്മുടെ സീക് തീറ്റ അതുപോലെ തന്നെ കൊസീക് തീറ്റ ഇതിൻ്റെ എല്ലാം തന്നെ മാക്സിമവും മിനിമവും നമുക്ക് പഠിക്കാനുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് റിയൽ നമ്പേഴ്സ് എക്സ്ക്ലൂഡിങ് -1 and 1. റിയൽ നമ്പേഴ്സ് എക്സ്ക്ലൂഡിങ് -1 and 1 ആണ് ഈ പറയുന്ന സീക് തീറ്റയുടെയും കൊസീക് തീറ്റേൻ്റെയും എന്തായിട്ട് വരുന്നത്? ഈ പറയുന്ന മാക്സിമവും മിനിമവും വാല്യൂ വരുന്നത്. നമുക്ക് ഇങ്ങനെയൊന്നും അല്ല വരുന്നത്, നമുക്ക് ഇങ്ങനെ പല കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. അതായത് എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇത് ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാലേ എനിക്കതിൻ്റെ തിയറി പോർഷൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ജനറൽ ടൈമാണ്. ഇനിയിപ്പോൾ സ്ക്വയർ ടൈം വന്നു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ, അതുപോലെ തന്നെ കോസ് സ്ക്വയർ തീറ്റ, ദെൻ ടാൻ സ്ക്വയർ തീറ്റ, അതുപോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും നോക്കാം. അതുപോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കലും ഒരു സ്ക്വയറിൻ്റെ വാല്യൂ മൈനസ് വരത്തില്ല. ഒരിക്കലും ഒരു സ്ക്വയറിൻ്റെ വാല്യൂ എത്ര വരത്തില്ല? മൈനസ് വരത്തില്ല. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ ആണെങ്കിലും കോസ് സ്ക്വയർ തീറ്റയുടെ ആണെങ്കിലും മിനിമം വാല്യൂ 0 ആയിരിക്കും. കാരണം സ്ക്വയറിൽ പറ്റുന്ന മിനിമം വാല്യൂ എത്ര? 0. അതുപോലെ തന്നെ സൈൻ തീറ്റ 0 ആണ്, അപ്പോൾ ഇതും 0 വരും. ദെൻ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 1 ആയിരിക്കും വരുന്നത്. 1 ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനി അതേസമയം ടാൻ സ്ക്വയർ തീറ്റയുടെയും കോട്ട് സ്ക്വയർ തീറ്റയുടെയും മിനിമം വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്ക്വയർ ടൈം ഒരിക്കലും -∞ ഇതിൽ വരത്തില്ലല്ലോ, കാരണം സ്ക്വയർ എടുക്കുമല്ലേ. അപ്പോൾ ഇതിൻ്റെ മിനിമം ടൈം എപ്പോഴും 0 ആയിരിക്കും. മാക്സിമം ടൈം എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. മാക്സിമം ടൈം എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി അതേസമയം സീക് സ്ക്വയർ തീറ്റ, കൊസീക് സ്ക്വയർ തീറ്റ ഇതിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഇത് രണ്ടിൻ്റെയും ഓക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിമം വാല്യൂ 0 അല്ല വരാൻ പോകുന്നത്. 0 അല്ല, കാരണം 1/cos ആണ്. 1/cos സ്ക്വയർ തീറ്റ എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇതിന് ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തൊട്ട് ഇൻഫിനിറ്റി ആണ്. ഇതിന് രണ്ടിനും എന്താണ് വരാൻ പോകുന്നത്? 1 തൊട്ട് ഇൻഫിനിറ്റി ആണ് വരാൻ പോകുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ആദ്യത്തെ മോഡൽ പറയാൻ പോവാണ്. ഇതിൻ്റെ ആദ്യത്തെ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് എ ഫസ്റ്റ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ ആദ്യമേ തിയറി എങ്ങനെയാണ് വരുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. ആക്ച്വലി ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് +√a² + b²ഉം ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഈ സാധനത്തിൻ്റെ തന്നെ മൈനസ് വാല്യൂ ആണ് വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കിനി നോക്കാം. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. പ്രൂഫ് വേറൊന്നുമല്ല, നിങ്ങൾ ഇതിൽ എക്ക് പകരം എന്തെടുക്കുക? ആർ കോസ് എക്സ് എന്ന് പറഞ്ഞെടുക്കുക. ആറ് കോസ് എക്സ് എന്ന് പറഞ്ഞെടുക്കുക. ബിൻ്റെ വാല്യൂ ആണെങ്കിൽ 6 സൈന് എക്സ് എന്ന് പറഞ്ഞെടുക്കുക. 6 സൈന് എക്സ്. ഇനി ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ നിങ്ങൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? a² + b² കിട്ടും. ഓക്കെ. ഇപ്പുറത്താണെങ്കിൽ ആർ സൈൻ സ്ക്വയർ തീറ്റയും ആർ ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ സ്ക്വയർ ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ ഞാനിത് സ്ക്വയർ ചെയ്യാം. ഇവിടെ തന്നെ ഞാൻ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇതെന്ത് വരും? r² cos² x + r² sin² x എന്ന്.
സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വാല്യൂ എന്ത് കിട്ടും? ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. ആറിന്റെ വാല്യൂ എന്ത് കിട്ടും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഏതിൽ? ഈ പറയുന്ന സാധനത്തിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്ക് പകരം എന്ത് കൊടുക്കണം? എക്ക് പകരം 6 കോസ് എക്സ് എന്നായിരുന്നു ഞാൻ നേരത്തെ കൊടുത്തത്. അതിവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ എന്തുണ്ട്? ഒരു സൈൻ തീറ്റ ഉണ്ട്. ഒരു സൈൻ തീറ്റ ഇവിടെ ഉണ്ട്. ഇപ്പുറത്താണെങ്കിൽ എന്തുണ്ട്? ബിക്ക് പകരം 6 സൈൻ തീറ്റ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. 6 സൈൻ എക്സ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു കോസ് തീറ്റയുണ്ട്. ഇനി ഒരു 6 കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം? 6 കോമൺ ആയിട്ട് എടുക്കാം. 6 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ പ്ലസ് എക്സിന്റെ എക്സ്പാൻഷനാണ്. സൈൻ തീറ്റ പ്ലസ് എക്സിന്റെ എന്താണ്? എക്സ്പാൻഷനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ കുറച്ചു മുമ്പ് പഠിച്ചതേ ഉള്ളൂ. സൈനിന്റെ മാക്സിമം വാല്യൂ എത്ര വരും? +1 വരും അല്ലേ? സൈനിന്റെ അകത്ത് എന്ത് വേണേലും ആയിക്കോട്ടെ, സൈനിന്റെ മാക്സിമം വാല്യൂ എന്താ വരുന്നത്? പ്ലസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു 6 കൂടി ഉള്ളതുകൊണ്ട് ഇതിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? +6. ദെൻ ഇതിന്റെ മിനിമം വാല്യൂ എന്താ വരുന്നത്? -1 വരുന്നത്. സോ -6. ഒരു 6 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്ത് വരും? 6ന് പകരമാണ്. 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്തായിരുന്നു? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരുന്നു. ഇങ്ങനെയായിരുന്നു ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന നമ്മുടെ സൈനിൻ്റെയും കോസിൻ്റെയും ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോൾ മാക്സിമം മിനിമവും കണ്ടുപിടിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരുന്നു കഴിഞ്ഞാൽ 6 സൈൻ തീറ്റ പ്ലസ് 8 കോസ് തീറ്റ. ഇതിൻ്റെ മാക്സിമം മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ഇത് മാക്സിമം വാല്യൂ. ദെൻ മിനിമം വാല്യൂ എന്ത് വരും? ഇതിൻ്റെ നെഗറ്റീവ്. അപ്പോൾ എത്ര വരും? +10 മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ എന്ത് വരും? -10. സോ ഇതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്.